148 km/h പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈ സ്പീഡ് റെയിൽവേ ബുള്ളറ്റ് ട്രെയിനിലാണ് ഞങ്ങള്. അല്ല, ഇവിടത്തെ ഹൈ സ്പീഡ് റെയിൽവേ അത്ര സ്പീഡൊന്നും ഇല്ല, പയ്യാണ് പോണത്. അതിങ്ങനെ തോന്നും. അവിടെ 148 km/h പോണത്. നമുക്ക് തോന്നാത്തതാണ്. ഇതിന്റെ ഉള്ളിൽ ഒട്ടും ഫീൽ ചെയ്യില്ല. വലിയ രസമൊന്നുമില്ല. നാട്ടിലെ ട്രെയിൻ തന്നെയാണ് നല്ലത്. പാടം, പാടത്ത് കൃഷി, റബ്ബർ തോട്ടം, ഇത് പറ്റിപ്പാണ്. ചൈനയില് വലിയ വിഷയമൊന്നുമില്ല. ബുള്ളറ്റ് ട്രെയിൻ ഇത് വലിയ ഭംഗിയൊന്നുമില്ല. ഇതില് അലമ്പാണ് ഡിസൈൻ. ചൈനക്കാര് ഒരുമാതിരി സിനിമയെ കണ്ട വിനയൊന്നുമില്ല. അതന്നെ, വലിയ കുമ്പൊന്നുമില്ല. പിന്നെ സ്പീഡ് ഉണ്ട്. ക്ലൈമറ്റ് എങ്ങനെയാന്ന് വെച്ചാല് സന്തോഷവും ഇല്ല, ദുഃഖവും ഇല്ല, ഒരുമാതിരി ഇങ്ങനത്തെ ഒരു പോക്ക്. പക്ഷെ സ്പീഡുണ്ട്, കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ മാത്രം കണ്ട ഇത്രയും വലിയ ട്രെയിനില് തിരുവച്ചല് സംസാരിക്കല്. ബാക്കി എല്ലാവരും ഇവരൊക്കെ എന്തിനെയോ ഭയക്കുന്ന പോലെ അല്ല. ഇവരൊക്കെ വളരെ ഡിസിപ്ലിൻഡും ഇൻട്രോവേർട്ടോടുമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് കാട്ടിക്കൊടുക്കണേ. പാടം, ആലപ്പുഴയുടെ അടുത്ത് കൂടി പോണ പോലെ കപ്പല്. പിന്നെ ഇതാണ് ക്ലൈമറ്റ്, ഒരു മൂടിയ കാലാവസ്ഥ. കുഴപ്പമില്ല, രസമുണ്ട്. പിന്നെ മഞ്ഞ് പോലെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ബുള്ളറ്റ് ട്രെയിനാണ് ഇവിടെ ലാഭം, അതുകൊണ്ടാണ് ഇതിൽ പോണത്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫർണിച്ചറിന്റെ മെയിൻ സംഭവമാണല്ലോ. ഫർണിച്ചറിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ എറണാകുളം ജില്ല മൊത്തം ഫർണിച്ചറും അതിന്റെ സംഭവങ്ങളും വിൽക്കുന്ന സെറ്റപ്പ് എങ്ങനെ ഉണ്ടാവും, അതാണ് ഫോഷൻ. ഇനി ഷെൻസലിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ് മീറ്റ് ഉണ്ട്. അപ്പൊ ആ ബിസിനസ് മീറ്റിന് സെക്കൻഡ് ടൈം പിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ടൈം പോയപ്പോ ടാക്സി എടുത്താ പോയത്, അത് ഒടുക്കത്തെ റേറ്റ് ആണ്. അതിലുകൊണ്ട് ഇത്തവണ പിന്നെ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാം. ബുള്ളറ്റ് ട്രെയിൻ അടിപൊളിയാണ്, എല്ലാവരും പറയണ പോലെയൊക്കെയാണ്. ഇതിൽ ശേഷമല്ല, അതായത് കാറിന് ഒരു 3.5 മണിക്കൂർ എടുത്തത് ഇതില് ഒരു കറക്റ്റ് 1 മണിക്കൂറിൽ എടുക്കുള്ളൂ. പിന്നെ 8:30 അവിടെ നിന്ന് കയറി. ഇപ്പൊ അവര് പിടിച്ചുകൊണ്ടുപോയി. 250 ml വലുതായതുകൊണ്ട് ഹെയർ സ്പ്രേ അത് അവര് പിടിച്ചുകൊണ്ടുപോയി. അത് തീ കത്തുന്ന സാധനം പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുപോയി. വൈകിട്ട് 11:30 പോന്നാ തരാന്ന് പറഞ്ഞു. വേറെ സാധനമൊന്നും കുഴപ്പമൊന്നുമില്ല. ഏകദേശം പ്ലെയിനിൽ കയറുന്ന പോലത്തെ സെറ്റപ്പാണ്. പാസ്പോർട്ട് വേണം, വിസയിലുള്ളതുകൊണ്ട് പാസ്പോർട്ട് കാണിക്കണം. ഇവിടുത്തെ കാർഡുള്ള ഒരു കുഴപ്പമില്ല. മിണ്ടായിരം വേണ്ട പുള്ളി ആകെ പറഞ്ഞു കൊടുക്കണം. പിന്നെന്താ വെച്ചാല് ചൈനയുടെ ഒരു ഭൂമിയുടെ ഒരു സെറ്റപ്പും നമ്മുടെ നാട്ടിലെ സെറ്റപ്പും വലിയ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ ആളുകൾ കുറച്ചും കൂടി അന്തർമുഖരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നതുകൊണ്ട് തന്നെ ഒരു ശാന്തനും എന്നാലും ഭയങ്കരമായ ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെയാണ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് ഒരു ഫോക്കസ് ചെയ്യാം. പിന്നെ ഇന്ത്യക്കാര് വളരെയൊക്കെ സുന്ദരീതാണ് ഇവര് വിളിക്കുന്നത്. കാരണം കണ്ണ് വലുതായതുകൊണ്ടാണ് അതറിയില്ല. ഒരുപാട് പേര് വന്ന് ഞങ്ങളുടെ അടുത്ത് ഇത് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നാട്ടില് പെണ്ണ് കിട്ടാത്ത ചെക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങോട്ട് പോകുന്നോ കണ്ണ് ചെറിയത് ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. ആറ്റം ചരക്കുകൾ ഇവിടെ ഉണ്ട്. എന്നെ വെരി ഹാൻസം. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ അടിപൊളി സാധനങ്ങൾ കിട്ടും. നോ വറീസ്. വേറ്റിനിക്കായിൽ ഇടണ്ട, ചൈന നിക്കായിലേക്ക് വരാം. ഇവിടെ എല്ലാ പരിപാടി എങ്ങനെ എല്ലാതൊക്കെ ഓക്കെയാണ്. പിന്നെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാല് ഫോളോ ചെയ്യാം. കച്ചവടത്തിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഇടാം.